സിദ്ദീഖാനെ നമുക്കറിയാലോ. അത് സിദ്ദീഖ് കൊടുത്ത ക്യാരക്ടറെല്ലാം അതിനെന്താ വേണ്ടതെന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇടാതെ കറക്റ്റ് അതിന് വേണ്ടി കറക്റ്റായിട്ട് ചെയ്ത് തന്നെ ഒരാളാണ്. നമ്മൾ വലിയ സിനിമകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫിലിം ബൈ നിന്ന് ഡയറക്ടഡ് ബൈ ഇത് കാണിക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അത് വെച്ച് പിന്നെ ഞങ്ങൾ ടൂറ് പോകുന്ന വീഡിയോ തൊട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ മൂവി മേക്കറിലൊക്കെ ഇട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു പരിപാടിയൊക്കെ ഒപ്പിക്കും. സ്റ്റോറി പറയാനായിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ അടുത്ത് പോയിട്ട് അത് നടന്നാലും നടന്നില്ലെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല ഫുഡ് പോയി കഴിക്കും ഞങ്ങൾ. സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഇതാണ്. ചിലപ്പോൾ ഒരു സിനിമ നടക്കില്ലാതിരിക്കും. നമുക്ക് ജോലി വേണം, എന്തെങ്കിലും ഒരു പരിപാടി വേണം. കഴിഞ്ഞ ജൂൺ 7 വരെ ഞാനൊരു വ്യൂവറായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡയറക്ടർ എന്നുള്ളൊരു പേര് കിട്ടിയത്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഞങ്ങൾ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡീകോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡീകോഡ് ചെയ്തെടുക്കാം. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് നമസ്കാരം. വലിയ സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ സൂപ്പർ ഡയറക്ടറിനോ പേര് ഒന്നുമില്ലാതെ തന്നെ ഗോളം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുകയാണ്. സിനിമയുടെ സംവിധായകൻ സംജാദാണ് നമ്മളോടൊപ്പം. സ്വാഗതം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗോളം എന്ന സിനിമയ്ക്ക് വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും പറയാനില്ല. എന്താ പറയുക, പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ചിത്രം ഇപ്പോൾ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ എങ്ങനെ തോന്നുന്നു? ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിജയം കിട്ടുമ്പോൾ? അങ്ങനെ ഒരു വിജയമൊന്നും പ്രതീക്ഷിച്ചില്ല. ആളുകൾ സ്വീകരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ അതിന് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മിക്സഡ് ഇമോഷൻസാണ് എനിക്ക്. ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു നല്ല സിനിമയ്ക്ക് മൗത്ത് പബ്ലിസിറ്റി മതി. ഇപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു അവതരണവും എന്താ കാസ്റ്റും മികച്ച പെർഫോമൻസുകളുമാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്താ ഇത് പറയുന്ന പോലെ ഒരു ഹ്യൂജ് കാസ്റ്റ് ഒന്നും ഇല്ല. വളരെ ഒരു 10-16 പേര് ഇറങ്ങുന്ന ഒരു കുറച്ച് പേരേ ഉള്ളൂ കാസ്റ്റ്. അതിൽ തന്നെ മെജോറിറ്റി ആളുകളും പുതുമുഖങ്ങളാണ്. പിന്നെ സീനിയറായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ട്. എങ്കിൽ പോലും ഇതിൽ ഒരു സ്റ്റാർ കാസ്റ്റ് എന്നൊരു സംഭവം, ഒരു തോട്ട് എപ്പോഴെങ്കിലും സംജാദിൻ്റെ മനസ്സിൽ വന്നിരുന്നു? എന്തായാലും സ്റ്റാർ കാസ്റ്റ് എന്നല്ല, കുറച്ച് അറിയപ്പെടുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആണെങ്കിലും ഒരു വ്യൂവറായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഒരു ത്വര ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാവരും പുതുമുഖമായിരിക്കണം എന്ന് ഞങ്ങൾ എഴുതിയപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓഫീസിലുള്ള സ്റ്റാഫുകൾ ഉൾപ്പെടെ. കാരണം അത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പരിചയമുള്ള മുഖങ്ങളാണെങ്കിൽ അതിനൊരു കുറേ പരിമിതികളുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എന്താണെന്ന് പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ എന്തായിരിക്കും അതാണ് അവർക്ക് ആദ്യമായിട്ട് ഫീഡാവുക. അപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് മെജോറിറ്റി. അതെ, അതിനുവേണ്ടി തന്നെ കൂടുതൽ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് ആദ്യം പറഞ്ഞു, ഈ ഓഫീസിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും എല്ലാവർക്കും ഒരു ഡെപ്ത് ഉണ്ട്, എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, എല്ലാവർക്കും പറയാൻ അവർക്കായിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളെയും തിരഞ്ഞെടുത്ത ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഈ കഥാപാത്രത്തിൽ ഇന്ന നടൻ അല്ലെങ്കിൽ ഇന്ന നടി ഇന്ന വ്യക്തി കറക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞങ്ങളൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരക്ടേഴ്സിനെയൊക്കെ ജസ്റ്റ് വരച്ച് അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് ഡോണ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പം സ്കൂബിഡു എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട് പണ്ടത്തെ. വെൽമയുടെ ഒരു ക്യാരക്ടർ ചെറുതായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ചെറിയ രീതിയിലുള്ള കുറച്ച് പരിപാടികൾ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും റെഫറൻസുകൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ ഓഡീഷന് വിളിച്ചു. ബിനോയ് നമ്പാലയാണ് നമ്മുടെ കാസ്റ്റിങ്ങിന് വേണ്ടി സഹായിച്ചത്. അപ്പോൾ ആളുടെ പരിചയത്തിലുള്ളവരെ വിളിച്ചു, എൻ്റെ പരിചയത്തിലുള്ളവരെ വിളിച്ചു. നമ്മുടെ ഒട്ടുമിക്ക ക്രൂ മെമ്പേഴ്സും അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചുമ്മാ രാത്രിയിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ആരെങ്കിലും പരിചയത്തിൽ കാണുന്ന ആരുടെയെങ്കിലും കൂടെ നിൽക്കുന്ന വ്യക്തിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാം. അങ്ങനെയുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ഓഡീഷനായിരുന്നു അത്. നമ്മൾ പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ഓഡീഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചില്ല എന്നുള്ളൂ. അത് നമ്മൾ വിളിച്ചു വരുത്തി നമുക്ക് വേണ്ട എന്താണെന്നൊക്കെ നോക്കി ഒരു ചെറിയൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിന്. എത്ര നാളത്തെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നത്? ഓഡീഷൻ മാത്രം ഒരാഴ്ച ഫുൾ ഓഡീഷനായിട്ട് നീണ്ടുപോയായിരുന്നു. ഒരാഴ്ച നീണ്ടുന്ന ഓഡീഷൻ. അതെ, എല്ലാ ദിവസവും അത്യാവശ്യം ഒരു 10 പേരോളം വന്ന് പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ദിലീഷ് പോത്തൻ അല്ലെങ്കിൽ സിദ്ദിഖിക അവരെപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അതോടൊപ്പം അലൻസീർ അദ്ദേഹമൊക്കെ ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ പറയുന്ന പുതുമുഖങ്ങളുണ്ട്. എന്നാൽ ഇവർ ഈ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട്. സ്റ്റിൽ സിനിമയിൽ അവരെല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പം ഇവരോടൊപ്പം തന്നെ പെർഫോം ചെയ്യിപ്പിച്ചെടുക്കുക, അതൊരു വല്ലാത്തൊരു പ്രോസസ്സ് ആയിരിക്കില്ലേ? അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? അത് അവരും സഹകരിച്ചു. അതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം. കാരണം അവരുടെ ആദ്യത്തെ പടമാണ്. ഞങ്ങൾ ചെറിയൊരു റീഡിങ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അതിനകത്ത് നമുക്ക് ഫിലിം എന്താണ്, കഥ എന്താണെന്ന് എല്ലാവരും അത് ആ കാണുന്ന ആളുകളല്ലാതെ ചെറിയ റോളുകൾ ചെയ്ത ആളുകൾ വരെയും ആ റീഡിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സ്റ്റോറി എന്നുള്ളതും എന്താണ് അവരവരുടെ ക്യാരക്ടർ എന്നുള്ളതും അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ക്യാരക്ടർ എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാവരുടെ ആദ്യത്തെ പടം ആയതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. എന്ന് വെച്ചാൽ അവർ ഇടുന്ന നമുക്ക് ഇപ്പോൾ ഇന്ന് ഒരു റീഡിങ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് വരുമ്പോൾ ചെറിയ ഹോം വർക്കുകൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാതെ ആക്ടിങ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സിനിമയ്ക്ക് വേണ്ട എന്താണോ ആ ഒരു സംഭവം ചെയ്ത് നോക്കുക, അവർ എന്താണെന്ന് സ്വന്തം ഉൾക്കൊള്ളുക. അവർക്ക് പിന്നെ വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല, ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ അതെ. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഓരോ ക്യാരക്ടേഴ്സും പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കഥാപാത്രങ്ങളെ ഓരോ കഥാപാത്രങ്ങളെയും വല്ലാത്തൊരു ഹോണ്ട് ചെയ്താണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. അവർ ഓരോരുത്തരുടെ ഇമോഷൻസ് നമ്മളെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷൻ അതിനായിട്ട് നല്ലൊരു ടൈം തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ അങ്ങനെ ഒരു ഓരോ ക്യാരക്ടേഴ്സിനെയും അത്രയും ഡെപ്തോടുകൂടെ കൊണ്ടുവരാൻ പറ്റിയത് ആയിരിക്കാം. പിന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് പിന്നെ അങ്ങനെ ആളുകൾക്ക് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. ഞങ്ങളങ്ങനെ മനസ്സിലാക്കാനായിട്ട് പലതും ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഇൻ്റർവെൽ സീനെ പറ്റി ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ ചോദിക്കാമെന്നും കരുതിയിരിക്കുന്നു. അതിന് ഈ പറഞ്ഞ സിദ്ദിഖിയുടെ ഒരു നരേഷനും ആ ഒരു വല്ലാത്തൊരു ഭയങ്കര ഭീകരമായിരുന്നു. അത് നമ്മൾ പിന്നെ അതുവരെ കഥ പോകുന്നത് ഒരു സ്ഥിരം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ നിന്നും ഇനി വരാൻ പോകുന്ന വേറൊരു ഇതാണ് എന്നാണ് കൂടുതൽ പറയുന്നത്, സ്പോയിലറായി പോകും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൂഡിലേക്ക് എത്തിക്കുന്നുണ്ട് ആ ഒരു ഇൻ്റർവെൽ പോർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു സ്ക്രിപ്റ്റിംഗ് സെഷൻ മുതൽ ആ ഒരു പോർഷൻ എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? അതിന് ആക്ച്വലി ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അതിൻ്റെ കുറേ വർക്ക് ചെയ്യാനായിട്ടുള്ള ടൈം യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അതിനൊരു സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പോകണം എന്നുള്ളൊരു സംഭവമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറമാൻ വിജയായിട്ട് കുറേ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ഇതാണ് എല്ലാവരും സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. നമുക്ക് അതൊക്കെ ബോണസാണ്. സിദ്ദിഖിലേക്ക് കാസ്റ്റിംഗ് പോകുന്നത് എങ്ങനെയാണ്? ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ ആ ഒരു നരേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ഭീകരത എത്തുന്ന ഒരു അദ്ദേഹത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? സിദ്ദിഖാനെ നമുക്ക് അറിയാലോ, അത് സിദ്ദിഖ കൊടുത്ത ക്യാരക്ടറെല്ലാം അതിനെന്താ വേണ്ടതെന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അത് കറക്റ്റ് അതിന് വേണ്ടി കറക്റ്റായിട്ട് ചെയ്തു തന്നെ ഒരാളാണ്. പിന്നെ ഈ സ്റ്റോറി നറേഷനിൽ നമ്മൾ മലയാള സിനിമയിൽ നമ്പർ 1 നിൽക്കുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ് സിദ്ദിഖ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സിദ്ദിഖാനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് പ്രിഫറൻസിന് അദ്ദേഹമായിരുന്നു? അല്ല, എല്ലാ ക്യാരക്ടറിനും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടറും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ പടം ആയതുകൊണ്ടും എല്ലാവരും വിളിച്ചാൽ വന്നൊന്നും വരില്ല ചിലപ്പോൾ, അങ്ങനെ ഉണ്ടാവാം. പിന്നെ നമുക്ക് അവൈലബിലിറ്റി കുറവായിരിക്കും. എല്ലാവരും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്ന സിദ്ദിഖൊക്കെ നല്ല തിരക്കുള്ള ആളല്ലേ. അപ്പോൾ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സിദ്ദിഖ സമ്മതിച്ചത് നമ്മളുടെ ഭാഗ്യം. ഇപ്പോൾ ഫസ്റ്റ് മൂവിയാണ്. അതെ. അപ്പോൾ ഇത് സംജാത് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് അങ്ങനെ അധികം അറിയില്ലല്ലോ. അപ്പോൾ സംജാത് എന്ന വ്യക്തി സ്വയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സിനിമ എന്ന മോഹം, സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഫിലിം ഡയറക്റ്റിലേക്ക് എത്തിയ ഒരു ജേണി ഒന്ന് പങ്കുവെക്കാമോ? ജേണി ഒരുപാട് പറയുവാണെങ്കിൽ ഒരുപാട് ഉണ്ട് പറയാനായിട്ട്. നമുക്ക് ചുരുക്കി എങ്ങനെയാണ് സാധാരണ സിനിമയിൽ എത്ര വർഷമായി ഇപ്പോൾ ഒരു സിനിമ എന്നുള്ളൊരു ആഗ്രഹം, ഒരു മോഹം കൊണ്ടുവരുന്നത്? 9th പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഫിലിം ഡയറക്ടർ ആകണം. ചെറിയ ക്യാമറയൊക്കെ വെച്ചിട്ട് ചുമ്മാ ഷോർട്ട് ഫിലിം പോലെയൊക്കെ എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് ഡയറക്ടർ പോയി സംജാതെന്ന് എഴുതി അതുകൊണ്ട് സംതൃപ്തിയാണ് ഒരു സമയമായിരുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഇങ്ങനെ ആഗ്രഹമായിരുന്നു. നമ്മൾ വലിയ സിനിമകളൊക്കെ കാണുമ്പോൾ എൻ്റെ ലാസ്റ്റ് ഫിലിം ബൈ നിന്ന് ഡയറക്ടർ ബൈ എന്ന് എഴുതി കാണിക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അത് വെച്ച് പിന്നെ ഞങ്ങൾ ടൂറ് പോകുന്ന വീഡിയോ തൊട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ആ മൂവി മേക്കറിലൊക്കെ ഇട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു പരിപാടിയൊക്കെ ഒപ്പിക്കും. കൂട്ടുകാരെ അതിന് ഭയങ്കര സഹകരണമായിരുന്നു. അന്ന് സോണി എറിക്സൻ്റെ ഒരു K509 എന്ന് പറഞ്ഞൊരു ഫോണുണ്ട്. അത് വെച്ചിട്ട് അതിൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പഴയ ഇതാണ്. അപ്പം അതൊക്കെ തന്നെ വീഡിയോ പോസ് ചെയ്ത് വീണ്ടും പ്ലേ ചെയ്യുക, വീണ്ടും പോസ് ചെയ്യുക, അങ്ങനെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പേര് ചെയ്ത് കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. പിന്നെ 10th കഴിഞ്ഞ് +2 ഒക്കെ ആയപ്പോഴേക്കും പ്രവീൺ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ അവനോട് എഴുതിയിരിക്കുന്നത്. പ്രവീണിനെ ഒരു ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ടു. ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ജിമ്മിലെ എക്യുപ്മെന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഇരുന്ന് കഥ പറയാനുള്ള വർക്കൗട്ടൊന്നുമില്ല. വലിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറയും. അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ ഓണർ നമ്മളെ ചീത്ത പറയും. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. വേറൊരു ഫ്രണ്ട്. എത്ര വർഷമായി? ഒരു 14 വർഷമായിട്ടുണ്ടോ? 14 വർഷമായിട്ട്. അപ്പോൾ ഈ 14 വർഷമായിട്ട് ഈ ഒരു സൗഹൃദം ഉണ്ട്. ഉണ്ട്.
അപ്പോൾ 14 വർഷമായിട്ട് അന്നുള്ള എല്ലാ ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും എന്തോ ഒരു വിശ്വാസം, അത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല, എന്തായാലും കൂടെ നിന്നു. ഇവൻ സിനിമ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ എല്ലാവരുടെയും സന്തോഷമാണല്ലോ. ഇപ്പോൾ സിനിമ ഞങ്ങൾ ആക്ച്വലി ഞാനും പ്രവീണും ഒരു സ്റ്റോറി പറയാനായിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ അടുത്ത് പോയിട്ട് അത് നടന്നാലും നടന്നില്ലെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല ഫുഡ് പോയി കഴിക്കും ഞങ്ങൾ. കഴിച്ച് ഇപ്പം നടന്നില്ലെങ്കിൽ കഴിച്ച വിഷമം ചെറുതായിട്ട് ഇനി അടുത്ത ആളുടെ അടുത്ത് പോവാം. അത് ഒരുപാട് പേര് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് സ്റ്റോറി പറയാനൊക്കെ ഒരുപാട് നടന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഗൾഫിൽ പോയി തിരിച്ചു വന്നു. ഞാനും പ്രവീണും ഞങ്ങളുടെ ഒട്ടുമിക്ക ഫ്രണ്ട്സും ഗൾഫിൽ പോയായിരുന്നു. ഗൾഫിൽ പോയി അതെ. ഞാൻ ആദ്യം പോയത് വേറൊരു ജോലിക്കാണ്, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിമേഷൻ ആയിരുന്നു എൻ്റെ. എനിക്ക് ആഗ്രഹം അങ്ങനെയുള്ള ഫീൽഡൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പതുക്കെ ദുബായിൽ അനിമേറ്ററായിട്ട് കയറി. പിന്നെ അവിടെ ഇതുപോലെ തന്നെ സിനിമ മനസ്സിലുണ്ട്, ബോഡിയൊക്കെ അവിടെ ആണെങ്കിലും മനസ്സിവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവൻ ഒമാനിലായിരുന്നു ആദ്യം. പിന്നെ നാട്ടിലേക്ക് വന്നു. ഒരു കൊല്ലം കഴിയുമ്പോൾ കൃത്യമായിട്ട് നാട്ടിലേക്ക് വന്ന് നമുക്ക് സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. 1.5 കൊല്ലം കഴിഞ്ഞപ്പം തിരിച്ചു വന്ന് ഇവിടെ നിന്ന് വീണ്ടും ഓരോ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തു. അങ്ങനെ പോയി വന്ന് ലാസ്റ്റ് എത്തിയപ്പോൾ ആ ജോലിയിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാതെ ഈ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. ഒന്നല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ സിനിമ. അങ്ങനെ ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനു മുമ്പും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ ജോലി എന്നുള്ള രീതിയിൽ തന്നെ പോകേണ്ടി വന്നു. അങ്ങനെ അറിയാലോ, ജോലി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഈ ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ പടം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അവൻ സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പ്ലാൻ ലിപിറ്റ്സ് എന്ന കമ്പനിയിൽ. അപ്പോൾ അവനത് വിടാൻ തയ്യാറാന്ന് പറഞ്ഞു, ഞാനും വിടാൻ തയ്യാറാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് മാറ്റി, ജോലി മാറ്റി. ഇത് ജോലി മാറ്റി വെച്ച് സിനിമയുടെ പുറകെ പോകുന്നത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ പോയാലേ ഇത് നടക്കുള്ളൂ. ഞങ്ങളുടെ ശരി അതായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ഇതാണ്. ചിലപ്പോൾ ഒരു സിനിമ നടക്കില്ലാതിരിക്കും. നമുക്ക് ജോലി വേണം, എന്തെങ്കിലും ഒരു പരിപാടി വേണം. അപ്പം അങ്ങനെ ഒരു പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അനിമേഷനാണ്. വേറെ ഇനി എന്തെങ്കിലും ഒരു പണി മാളിക്കഴിഞ്ഞാലും കയറാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. നടക്കുമെന്നറിയില്ല. എന്തായാലും അത് മാറ്റി വെച്ചു. ഇതിന് ഫുള്ളായിട്ട് ഇതിനു വേണ്ടി ഇരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ഒരു ഇത് മൊത്തം ഞങ്ങൾ എഴുതി തീർത്തു. റൂമൊക്കെ എടുത്തു, എടപ്പള്ളിയിൽ റൂം എടുത്ത് ഫുൾ എഴുതി തീർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഫ്രാഗ്രന്റ് നേച്ചർ എന്ന് പറഞ്ഞ് ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് അവരുടെ അടുത്ത് എത്തി. ഇതുപോലെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു സിനിമയും കൂടെ ചെയ്തായിരുന്നു. ഞങ്ങൾ തന്നെ ഒരു സിനിമ ചെയ്തു. അത് ഞങ്ങൾ ഇത്ര നാളും ഈ ഗൾഫിൽ പോകുന്നതിന് മുമ്പൊക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യാൻ പോകുമ്പോൾ അവർ എന്ത് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എന്താണ് നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് എന്തെങ്കിലും അവരുടെ അടുത്ത് പറയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു ക്യാമറ മേടിച്ചു പിരിവൊക്കെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് അത് വെച്ചൊരു സിനിമ ചെയ്തു ഗൾഫിലൊക്കെ. അതിന് വേണ്ടി ഞങ്ങൾ ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ടിക്കറ്റിൻ്റെ കാശും ഇതൊക്കെ ഒപ്പിച്ച് പോയി ഒരു 2 ദിവസം ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ കുഴൽ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തു. ഇറക്കാൻ വേണ്ടിയൊന്നുമല്ലായിരുന്നു, റിലീസ് ചെയ്യാനൊന്നും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മൊബൈലിൽ അത് ഫുൾ എഡിറ്റ് ചെയ്ത് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് ആയിട്ട് മുട്ടി. അതിന് മുമ്പ് ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. പലരുടെയും ഹെൽപ്പ് കാരണം അവിടെ എത്തി. ഹെൽപ്പ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് പോയി സംസാരിച്ചവരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷേ ലാസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ സംഭവം കാണിച്ചു, കഥ പറഞ്ഞു, കൺവിൻസ്ഡായി. അങ്ങനെയാണ് ഇത് ഓണായത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് കോർ പ്ലോട്ട് എത്ര വർഷമായിട്ട് കാണുമായിരിക്കും? ഇതിൻ്റെ ഗോളത്തിൻ്റെ ഒരു കോർ പ്ലോട്ട് മനസ്സിലേക്ക് ആദ്യം ഒരു 3 കൊല്ലമായിട്ട് ഈ ഒരൊറ്റ പ്ലോട്ടിന്. കൊറോണ കഴിഞ്ഞ് ഓഫീസുകളൊക്കെ ഫ്രീ ആയിട്ടിരുന്ന ടൈമില് ഒരുപാട് ഓഫീസുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്തൊക്കെ. ആ ടൈമിലാണ് ഈ പ്ലോട്ട് കിട്ടുന്നത്. ഇത് എങ്ങനെ ഈ ഒരു കോർ പ്ലോട്ടിലേക്ക് എത്തുന്നത്? അതായത് നമ്മൾ മലയാളത്തിൽ ഈ ഒരു പ്ലോട്ട് അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ലാത്തൊരു പ്ലോട്ടായിരുന്നു. ആക്ച്വലി ഇത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് വർക്ക് ചെയ്ത കാരണം ആരോടെങ്കിലും നമുക്കിങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവും. ഈ ഓഫീസിലുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. അപ്പോൾ പിന്നെ ആലോചിച്ചെടുത്ത കുറേ സംഭവങ്ങളുണ്ട്. ഞാനിത് വേറൊരു ഇൻ്റർവ്യൂവിൽ എപ്പോഴെങ്കിലും പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്, എങ്ങനെയാണ് ഈ പ്ലോട്ട് കിട്ടിയെന്നുള്ളത്. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അത് പറഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. എന്തായാലും അത് വെളിപ്പെടുത്തും. ഇപ്പോൾ ഗോളം എന്ന പേര് ആ ഒരു നെയിമിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ഒരു സിനിമയിൽ ഈ ഒരു പേര് കൊടുക്കാമെന്നുള്ള തീരുമാനം അത് ആക്ച്വലി വേറൊരു പേരായിരുന്നു സിനിമയ്ക്ക്. ആ സിനിമ ആ പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കഥ മൊത്തം ആ പേരും കൊണ്ട് മനസ്സിലാക്കും എന്നുള്ളൊരു ഇതായപ്പോഴാണ്. ഗോളം ഓൾറെഡി ഉണ്ടായിരുന്നു അതിനകത്ത്, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ
പിന്നെ എന്നാൽ പിന്നെ ഗോളം ഇട്ടാൽ എന്താ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചർച്ച ചെയ്ത് ഗോളം ചെറിയ പേരാണല്ലോ നമുക്കെപ്പോഴും സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു പറയാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഗോളം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ മനസ്സിലാക്കാൻ പറ്റിയൊരു പേരാണെങ്കിൽ നല്ലതാണെന്ന് തോന്നി. പിന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചുമ്മാ നമ്മുടെ സിനിമയ്ക്ക് പേരിട്ടു ഗോളം എന്നാണെന്ന് പറയുമ്പോൾ ഗോളം ഭൂഗോളം ഗോളം അപ്പോൾ മനസ്സിലാവുന്നുണ്ട് പെട്ടെന്ന് എല്ലാവർക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ വർഷം ഈ 3 വർഷമായിട്ടുള്ള യാത്രയാണ്. ഈ 3 വർഷത്തിൻ്റെ യാത്രയുടെ ഇടയിൽ ത്രില്ലറുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് തന്നെ ഇപ്പം നിങ്ങൾ പിച്ച് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് രാക്ഷസം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന ഒരുപാട് ത്രില്ലറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ അതിന് മുമ്പ് യവനിക അല്ലെങ്കിൽ CBD കുറിപ്പ് അങ്ങനെ പോകുന്ന ഒരു ത്രില്ലറുകളുടെ ഒരു വലിയ ഇതുണ്ടെങ്കിൽ സ്റ്റിൽ ഈ കഴിഞ്ഞ ഏതാനും ഒരു 5-6 വർഷത്തിനിടയിൽ ത്രില്ലറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ത്രില്ലറുകൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ത്രില്ലറുകൾ വരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ സിനിമകളോട്ട് ചില കണക്ഷൻ നിങ്ങളുടെ തോട്ടുമായിട്ട് കണക്ഷൻ വരികയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രാക്ഷസൻ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. അപ്പോൾ ഒന്നുമായിട്ട് സാമ്യത വരാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കഥയ്ക്ക് അങ്ങനെ വേറെ ഒന്നും സാമ്യത കണ്ടില്ല. ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. എന്തായാലും വ്യൂവർ എന്നുള്ള നിലയ്ക്കാണല്ലോ നമ്മളെല്ലാം ചിന്തിക്കുക. ഇന്ന് അതെ, കഴിഞ്ഞ ജൂൺ 7 വരെ ഞാനൊരു വ്യൂവർ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡയറക്ടർ എന്നുള്ളൊരു പേര് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു. ഞങ്ങൾ ഏതെങ്കിലും സിനിമയുടെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാലോചിക്കുമല്ലോ, ഇപ്പോൾ ഈ സിനിമയുടെ ഈ സാധനം ഇതിൽ നിന്ന് കോപ്പി അടിച്ചല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും സാധനമാണല്ലോ ഇതെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ ഇട വരാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഐഡിയ ഒക്കെ കിട്ടുന്നതും ഇതിനെപ്പറ്റിയുള്ള ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ഈ ഒരു ഷോട്ട് ഇങ്ങനെ വെക്കാം എന്നുള്ള ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടായിരിക്കാം, ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ഞാൻ എല്ലാ സിനിമകളും കാണാറുള്ളത്. എല്ലാ ലാംഗ്വേജും മലയാളം, തമിഴ്, ഹിന്ദി കുറച്ച് കുറവാണ്, തെലുങ്ക്, ഇംഗ്ലീഷ് എല്ലാം കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് മനസ്സിൽ തട്ടിയ സാധനങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ത്രില്ലറുകളാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ? അങ്ങനെ ത്രില്ലറൊന്നുമില്ല. കാരണം എനിക്ക് സിനിമ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞ ഫസ്റ്റ് മൂവി ഇങ്ങനെ ത്രില്ലർ ആകണം എന്നുള്ളൊരു ഇത് വന്നത് എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ സ്റ്റോറി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നാൽ ഇത് ചെയ്യാം, അതിന് ജോണർ നോക്കിയില്ല. ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ ചെയ്യാമെന്നാണ്. ത്രില്ലർ ജോണർ തന്നെ പിടിക്കണമെന്ന് ആഗ്രഹം. ഒരു ഫിലിം മേക്കർ ആകാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ? ഒരു ഫിലിം മേക്കർ ആകാമെന്ന് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഫിലിം ഡയറക്ടറെ കണ്ടിട്ടായിരിക്കും, എങ്ങനെ ഒരു ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിലിം മേക്കർ ആകാൻ തോന്നിയ ഫസ്റ്റ് ഇൻസ്പിറേഷൻ? പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക്, ആദ്യത്തെ പഴയ ജുറാസിക് പാർക്ക്, ഞാൻ ചെറുതായിരുന്നു. അത് കണ്ടിട്ട് നമ്മൾ അതിനകത്ത് ഡൈനോസറിനെ ഇളം നോക്കാം. ജുറാസിക് പാർക്ക് എന്നാണ് ഡൈനോസറിൻ്റെ പേരെന്ന് അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ജുറാസിക് പാർക്ക് കാണാൻ എന്ത് രസമാണ്, ജുറാസിക് പാർക്ക് നടന്നു പോകാനാണ് എന്ത് രസമെന്നൊക്കെ പറഞ്ഞിരിക്കും. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പടം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ടപ്പോൾ അതാണ് മാസ്റ്റർ മൈൻഡ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊള്ളാലോ എന്ന് വിചാരിച്ച്. പിന്നെ പുള്ളിയുടെ അന്ന് നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഇൻ്റർവ്യൂ ഒന്നും യൂട്യൂബില്ലാന്ന് തോന്നുന്നു, അങ്ങനെ നമുക്ക് ഇവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ഇങ്ങനെ ഈ സിനിമ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡയറക്റ്റഡ് ബൈ സ്റ്റീഫൻ സ്പിൽബർഗ്, അത് വായിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക്. അപ്പോൾ സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞത് ആരൊക്കെയോ പറഞ്ഞു തന്ന്, സ്റ്റീഫൻ സ്പിൽബർഗ് എന്ന ഒരാൾ. അപ്പോൾ അയാളുടെ അന്ന് ഇറങ്ങി വേറെ പടങ്ങളുണ്ടായിരുന്നു, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഇങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യണമെന്ന് അറിയില്ല, ET. അങ്ങനെ കുറേ സിനിമകൾ പിന്നെ ഇങ്ങനെ വന്ന് പുള്ളീൻ്റെ കുറേ പടങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ജെയിംസ് ക്യാമറൂണിൻ്റെ പടങ്ങൾ, പിന്നെ മലയാളത്തിൽ തന്നെ ഫാസിൽ സാറിൻ്റെ പടങ്ങൾ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുറേ മണിച്ചിത്രത്താഴൊക്കെ ഭയങ്കര നമുക്ക് എന്താ പറയുക, ഗുരു. പിന്നെ വളർന്നു വരുമ്പോൾ പിന്നെ ലാംഗ്വേജ് ഒന്നും പ്രശ്നമല്ല. അന്ന് കാണുന്നത് നമുക്ക് ഇങ്ങനെ ഈ ജുറാസിക് പാർക്ക് പോലത്തെ കുറച്ച്, അല്ലെങ്കിൽ മലയാളത്തിൽ വരുവാണെങ്കിൽ മമ്മൂക്കാട്, മോഹൻലാൽ, ലാലേട്ടൻ്റെ ഫൈറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും, അഭിനയിക്കാനൊക്കെ തോന്നും നമുക്ക്. അതുപോലെ പക്ഷെ ഒരു മനസ്സിൽ തട്ടിയ സാധനം ഇതായിരുന്നു, ജുറാസിക് പാർക്കും സ്റ്റീവൻ സ്പിൽബർഗും ആണ്. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ജുറാസിക് പാർക്ക് പോലത്തെ ഒരു സിനിമ എടുക്കാനാണ് ആഗ്രഹം എന്നൊന്നും പറഞ്ഞു. അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടത് അത് കണ്ടിട്ടാണ്. അവിടെ നിന്നാണ് ഒരു ഫിലിം മേക്കറുകളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിനിമ ഇറങ്ങുന്നു, ഞാൻ ഫസ്റ്റ് ഈ ഫിലിം കാണണമെന്ന് തീരുമാനിക്കുന്നത് ജീത്തു ജോസഫ് ഒരു പോസ്റ്റ് ഇട്ട് കാണപ്പെടാം. ജീത്തു സാർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്തുകൊണ്ട് ആ സിനിമയിലെന്നുള്ളൊരിതുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ പിറ്റേ ദിവസം തന്നെയാണ് തോന്നുന്നത് പത്മകുമാർ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു,
ഇവർ രണ്ടുപേരും ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ഈ സിനിമ എന്തോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ജിത്തു ജോസഫിലേക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലറുകളുള്ള ഒരു മാസ്റ്റർ മാനാണ് അദ്ദേഹം. അങ്ങനെ ഒരു ഈ സിനിമയെക്കുറിച്ചൊരു ഗംഭീരമാണ് ഈ സിനിമ, തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം, അത് മിസ് ചെയ്യരുതെന്നുള്ള പറയുമ്പോൾ സംജാത് എന്ന ഒരു ഫ്രഷറായിട്ടുള്ള ഫിലിം മേക്കർക്ക് എന്തൊരു ഇത് തോന്നിയത്? അതിനും വലിയൊരു സപ്പോർട്ട് ഇൻസ്പിറേഷനും കിട്ടാനില്ല. ജിത്തു സാറ് പോസ്റ്റർ ഉണ്ടായിരുന്നു, പോസ്റ്റർ ഇട്ടില്ലെങ്കിലും ജിത്തു സാറ് കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ സപ്പോർട്ട് വേറില്ല. പുള്ളി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നമുക്ക് എന്താ പറയുക, ശരിക്കും ഞാനും പ്രവീണും എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലിരുന്ന് ഞങ്ങൾ ഈ പോസ്റ്റുകളും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആരോ പെട്ടെന്ന് എടാ ജീത്തു ജോസഫ് നിങ്ങളുടെ സിനിമ കണ്ടു എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, പിന്നെ കളിയാക്കാൻ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര അത്ഭുതമായിരുന്നു, സന്തോഷമായിരുന്നു. സാറ് പോസ്റ്റും കൂടി ഇട്ടു, സ്റ്റോറി ഷെയർ ചെയ്തു, ഇതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു ഫ്രണ്ട് ആ ടൈമിൽ തിയേറ്ററിലുണ്ടായിരുന്നു, ആളാണ് വിളിച്ചു പറഞ്ഞത് പുള്ളി പടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇമോഷനൊന്നും പറഞ്ഞ് അറിയിക്കാൻ എനിക്കറിയില്ല. അതിന് പിന്നെ അല്ലാണ്ട് പത്മകുമാർ സാർ ഇടുന്നു, അദ്ദേഹം ജോസഫൊക്കെ നമുക്കൊരു ത്രില്ലറുകളെ ഇവരാണെങ്കിൽ വല്ലാത്തൊരു പിടിച്ചിരുത്തുന്ന ഒരു മൊമെൻ്റ് ആണല്ലോ ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ഇടുന്നു. ആരെങ്കിലും നേരിട്ട് വിളിച്ച് എന്തെങ്കിലും ഫിലിം മേക്കേഴ്സോ അല്ലെങ്കിൽ? ഒരുപാട് പേര് വിളിച്ചു, പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളുകളുടെ പേര് പറഞ്ഞുതരാമെന്നുള്ള ഇതായിരുന്നു. കാരണം നമുക്കിഷ്ടമുള്ള ഒരുപാട് പേര് വിളിച്ചു. അതിൽ ഭയങ്കര അത്ഭുതവും അങ്ങനെ ഒരു മൂഡിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ആരും അങ്ങനെ വിളിച്ച് അവരെല്ലാവരും ചർച്ച ചെയ്യുന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അവർ ഇഷ്ടപ്പെടും, എല്ലാവർക്കും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ സംഭവത്തിനൊരു കോൺഫിഡൻസ്. പക്ഷേ ഇങ്ങനെ എല്ലാവരും വിളിക്കും, എല്ലാവരും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും തുറന്നു പറഞ്ഞാൽ അതാണ്. പിന്നെ ജോസഫ് നമ്മൾ അതിൻ്റെ ആ ഫസ്റ്റ് ഇൻട്രോ സീൻ ഫുഡ് കഴിക്കുമ്പോൾ വീണ്ടും ഇരുന്ന് കാണുന്ന ഒരു സാധനമാണത്. ആദ്യത്തെ ക്രൈം അതൊക്കെ എന്താ പറയുക, അതിന് ആൻസർ ഇല്ല. പിന്നെ നമുക്ക് ഫിലിമിൽ ദിലീഷ് പോത്തൻ, അദ്ദേഹം അതിൻ്റെ അകത്തൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഗംഭീരമായിട്ടൊരു ഫിലിം മേക്കറാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അദ്ദേഹത്തെ പോലെ ഫിലിം മേക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ഒരു ഫിലിം മേക്കറെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂമെൻറ്റ് എങ്ങനെയായിരുന്നു? അത് ദിലീഷ് ചേട്ടൻ്റെ അടുത്ത് ആദ്യം കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ദിലീഷ് ചേട്ടനാണ്, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ. ജോജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പ്രവീണും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി കഥ പറയാൻ വേണ്ടി ഇരുന്ന് കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഒരു മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ പുള്ളി കുറച്ച് കൂളായിട്ടിരുന്ന് കഥ കേട്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫുള്ള് പറഞ്ഞു. ഞാനും പ്രവീണും കഥ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് കുറച്ച് മടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകേണ്ട ടൈമൊക്കെ ആകുമ്പോൾ പ്രവീണെ തട്ടും. അപ്പോൾ അവൻ പറയും അവന് മടുത്ത് കഴിയുമ്പോൾ എന്നെ തട്ടും. അങ്ങനെ ചിലപ്പോൾ നമുക്ക് പറയാൻ തോന്നും ഇന്ന ടൈം മാത്രമായിട്ട്. അങ്ങനെ മാറി മാറിയ കഥ പറയുന്നത്. ദിലീഷ് ചേട്ടൻ പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും മുഖത്ത് നോക്കി ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരു 2 മിനിറ്റ് ഒന്ന് ആലോചിച്ചിരുന്നു എന്താണ് ആൻസർ പറയേണ്ടതെന്ന് വെച്ചിട്ട്. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു, കഥ ഇഷ്ടപ്പെട്ടു, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വിട്ടു. ഇറങ്ങി, ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചു. അപ്പം തന്നെ വിളിച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അന്നും നല്ല ഫുഡ് പോയി കഴിച്ചു ഞങ്ങൾ, സന്തോഷം കൊണ്ട്. അപ്പോൾ അത് വലിയൊരു മൂമെൻറ്റാണ്. പിന്നെ ദിലീഷ് ചേട്ടൻ സെറ്റിൽ വന്നിട്ട് അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ദിലീഷ് ചേട്ടൻ അത് വായിച്ച് പഠിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് തോന്നും. മീൻസ് അഭിനയത്തിലല്ല, അത്രയും എഫോർട്ട് ഇട്ടിട്ട് പുള്ളി അത് അഭിനയിക്കും. നമ്മുടെ അടുത്ത് വന്നിട്ട് സംശയങ്ങൾ ചോദിക്കും. 2 നാഷണൽ അവാർഡ് വിൻ ചെയ്തൊരു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. ദിലീഷ് ചേട്ടൻ്റെ ഒരു ഡയറക്ടറായിട്ട് നമുക്ക് തോന്നില്ല ആ സെറ്റിൽ. അങ്ങനെ മോണിറ്ററിൻ്റെ മുമ്പിൽ തന്നെ എപ്പോഴെങ്കിലൊക്കെ വരും. അത് ജസ്റ്റ് വന്നിട്ട് ഇത് നല്ലതാണോ, എങ്ങനെയുണ്ട്, എൻ്റെ മുഖം എങ്ങനെയുണ്ടെന്ന്, അല്ലെങ്കിൽ ആക്ടിങ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ദിലീഷ് ചേട്ടൻ. സെറ്റിൽ ദിലീഷ് പോത്തൻ നടൻ മാത്രമാണ്, അവിടെ ഫിലിം മേക്കർ എന്നുള്ള തോട്ടില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചോളെ, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഷോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നു. ആ ഒരു മൊമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ ജോജി ചെയ്ത അല്ലെങ്കിൽ തൊണ്ടിമുതൽ ചെയ്ത ഒരു ഡയറക്ടറാണെന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കുണ്ടാകത്തില്ലേ? ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ദിലീഷ് ചേട്ടനായിട്ട് ആദ്യത്തെ ഷോട്ട് വെച്ച് ആദ്യം ദിലീഷ് ചേട്ടൻ നടന്നു വരുന്നൊരു ഷോട്ടായിരുന്നു, ഓഫീസിലേക്ക് കടന്നു വരുന്ന ഷോട്ടായിരുന്നു. അപ്പോൾ ഇൻട്രോ ഷോട്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദിലീഷ് ചേട്ടൻ്റെ ഏകദേശം ഒരു സംഭവം മനസ്സിലായി. ദിലീഷ് ചേട്ടൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണത് നമുക്കറിയില്ലല്ലോ, ആരെയും ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരെല്ലാവരെയും കാണുന്നത്. അപ്പോൾ ദിലീഷ് ചേട്ടൻ ബിഹേവ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതും അടുത്തത് എന്താണെന്ന് ചോദിക്കുന്നതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടി. പിന്നെ ഡയലോഗ് സീനുകളൊക്കെ വന്നപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീഷ് ചേട്ടന് തിരിച്ച് ഇങ്ങോട്ടുള്ളൊരു സംസാരത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഞങ്ങളിൽ നിന്ന്. പിന്നെ എനിക്ക് അവിടെ വേറെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല, എന്ത് പറഞ്ഞാലും പറയാനുള്ളൊരു ധൈര്യം കിട്ടി.
ആ ഒരു ഫ്രീഡം കിട്ടി. അത് ദിലീഷേട്ടൻ തന്നു. അപ്പോൾ പിന്നെ വേറെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ദിലീഷ് പോത്തൻ എന്ന നടനെ ഡയറക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതെ അതെ, ഡയറക്റ്റ് എന്ന് വെച്ചാൽ ദിലീഷ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ദിലീഷ് ചേട്ടന് തോന്നുന്ന സാധനങ്ങൾ നമ്മുടെ അടുത്ത് പറയും, ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത് നല്ലതല്ലെങ്കിൽ ദിലീഷ് ചേട്ടൻ നമുക്ക് ഇങ്ങനെ തന്നെ പിടിക്കാന്ന് പറഞ്ഞാൽ ദിലീഷ് ചേട്ടൻ അതാ നല്ലത്, ശരി, പുള്ളി അത് സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എടുക്കാം, അത്രയും സപ്പോർട്ട് ഉണ്ട്. അതായത് ഫിലിം മേക്കറിൽ നിന്ന് അങ്ങനെ ഇൻപുട്ടുകളൊന്നും ഇല്ല, അതായത് ആക്ടറിൻ്റെ ക്യാരക്ടറിന് വേണ്ടി നല്ല ഇൻപുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ ഈ സിനിമയും കൂടെ കഴിഞ്ഞോണ്ട് ഇത് തൊട്ട് മുമ്പേ തൊട്ടേ ചെറിയ അദ്ദേഹത്തിനുള്ള ചില ഫണ്ണി ട്രോളുകളുണ്ട്. ഇപ്പോൾ ഡെത്ത് സ്റ്റാർ ഇതും കൂടെ വന്നതോടുകൂടെ അതൊന്നും കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എന്താ തോന്നുന്നു? അത് കണ്ടപ്പോൾ എന്തായാലും പറയാം, കാരണം ഒരുപാട് സിനിമയിൽ ഒരുപാട് മരിക്കണ്ടല്ലോ. ദിലീഷ് ചേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചു, അതിനൊരു പേര് കിട്ടി. അങ്ങനെ പേര് ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടോ ഞാൻ കണ്ടുവരുന്നു. ദിലീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇതുവരെയും ചോദിച്ചില്ലായിരുന്നു, എന്താ റിപ്ലൈ വരാമെന്ന് അറിയില്ലല്ലോ. ഇനി ഗോളം ഒരു അവസാനിപ്പിക്കുന്നത് ഇനി ഒരു തുടർച്ച എന്നുള്ളൊരു ഉണ്ടായേക്കാമെന്നുള്ള രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായി? അത് പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ രണ്ടാം ഭാഗം വേണം എന്നുള്ളതും മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു, അങ്ങനെയാണോ ഈ സ്ക്രിപ്റ്റ് ചെയ്തത്, അതോ പിന്നീട് ഇതിൻ്റെ ഒരു യാത്രയിൽ ഇതിന് രണ്ടാം ഭാഗത്തിന് സാധ്യതകൾ കാണുമായിരുന്നോ ചെയ്തത്? എങ്ങനെയാണ്? അത് ആക്ച്വലി ഒറ്റ കഥയാണ്, ഒറ്റ സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു പീസാക്കി പകുതിയാക്കി മുറിച്ചിട്ട് ഒരു അർദ്ധഗോളമായിട്ടാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്, ഹാഫ് ഇയർ. എൻ്റെ ബാക്കിയുണ്ട്, എന്നാലും അത് ഫില്ലാവുള്ളൂ. ശരിക്കും അത് ഫുൾ സ്റ്റോറി റെഡിയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും എന്തായാലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുമ്പോഴേ ഇത് അതിൻ്റെ പകുതിയെ നമ്മൾ പ്രേക്ഷകരെ കണ്ടിട്ടുള്ളൂ, ഒരു പകുതി പോലും ആയിട്ടില്ല, ഇനിയുണ്ട്, കുറേ ഉണ്ട് അതിൻ്റെ ബാക്കി പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹോളിവുഡിലൊക്കെ ഈ ഒരു മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഇതൊരു എന്താ ഡിഫറെൻ്റ് അപ്രോച്ച് എന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് വേണമെന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിരിക്കണം ഫസ്റ്റ് മൂവി എന്നുള്ളത്. ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കണം എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റോറി കിട്ടി, അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ ശേഖരിച്ച് തുടങ്ങിയപ്പോൾ കളർ പാറ്റേൺ എങ്ങനെ വരണം, കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കുറേ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഞങ്ങൾ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡീകോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡീകോഡ് ചെയ്തെടുക്കാം. അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാനും ചില സിനിമകൾ കണ്ടിട്ട് ഈ സിനിമയിൽ ഇന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് റൗണ്ടൊക്കെ ഇട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ സിനിമയും കാണണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അതിന് വേണ്ടി ഒന്നും കുത്തി കയറ്റിയിട്ടില്ല. സ്ക്രിപ്റ്റിന് എന്താണോ വേണ്ടി ആ രീതിയിൽ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഞാൻ ഒരു സ്റ്റോറിയൊക്കെ ഇട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ അങ്ങനെ ഇടാം, ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം കളർ പാലറ്റിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഡെത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലഡ് കാണുമ്പോഴൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ, ഒരു സിയാൻ ടോണൊക്കെ കുറേ അങ്ങനെ കുറേ പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മേക്കിങ്ങിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുണ്ടെന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ആഗ്രഹമാണല്ലോ. ഇപ്പോൾ നായകനിലേക്ക് വരാം. സന്ദീപ് കൃഷ്ണ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്നെ ഒരു ആക്ടർ എന്ന രീതിയിൽ മനസ്സിലുണ്ടായിരുന്നു, അതോ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നീട് നമുക്ക് ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്താമെന്നൊരു അങ്ങനെയായിരുന്നു? എന്തായിരുന്നു? ആക്ച്വലി SP സന്ദീപ് കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും കണ്ടു പരിചയമില്ലാത്തൊരു പോലീസ് ക്യാരക്ടർ ആണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി. ഓവറോൾ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദീഖ, അലൻ സെറേട്ടൻ, ചിന്നു ചാന്ദിനി, പിന്നെ സണ്ണി വെയിൻ, ഇവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും പരിപാടികൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. അതിന് നമുക്ക് പുതുമുഖങ്ങളോ അല്ലെങ്കിൽ അധികം കണ്ടുപരിചയമില്ലാത്ത ആളുകൾ വേണമെന്നുണ്ടായിരുന്നു. ഈ സന്ദീപ് കൃഷ്ണയുടെ കേസിൽ അങ്ങനെ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളുകളെ കിട്ടാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു നമുക്ക്. അപ്പോൾ പിന്നെ രഞ്ജിത്തിനെ സംബന്ധിച്ച്, രഞ്ജിത്ത് സജീവാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്ത് എന്ത് ചെയ്യാൻ റെഡിയാണ്, സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണ്. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചാടാം. ബ്രോ അത് കഴിഞ്ഞിട്ട് കൈ ഒടിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ലെന്ന് ചോദിക്കാം. അങ്ങനെ ഒരു മൂഡോട്, ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞല്ല, പുള്ളി അങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഒരാളാണ്. മമ്മൂക്ക പറഞ്ഞ പോലെ തേച്ച് മിനിക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം കൊണ്ടുപോകാൻ പുള്ളി റെഡിയാണ്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഇത് നമുക്ക് പുള്ളിനെ സെലക്ട് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു. അല്ല വേറെ ഇപ്പോൾ രഞ്ജിത്തിലേക്ക് ക്യാരക്ടർ വരും. ഇപ്പോൾ രഞ്ജിത്ത് അനുഭവം മൈക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ കൽബ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഷൂട്ടിംഗ് ആയി കഴിഞ്ഞപ്പോഴായിരിക്കും കൽബ് ഏകദേശം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പം ഈ രണ്ട് സിനിമകളും രഞ്ജിത്ത്
ഇപ്പോൾ ഈ കാണുന്ന ക്യാരക്ടർ പോലെ അല്ല, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു പയ്യനാണ്. ഇതിൽ പക്ഷെ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് ആയിട്ടൊരു ക്യാരക്ടർ. അപ്പോൾ ഇത് എങ്ങനെ രഞ്ജിത്തിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? രഞ്ജിത്തിനെ തിരഞ്ഞെടുക്കുന്നത് ഈ ASP സന്ദീപ് കൃഷ്ണ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എങ്ങനെയാണ് വേണ്ടതെന്ന് ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് പുള്ളി കയറുമെന്ന് തോന്നി. കാരണം ബോഡി മെയിൻറ്റെയിൻ ചെയ്യും പുള്ളി ഭയങ്കരമായിട്ട്. സെറ്റിലൊക്കെ ഫുഡ് കഴിക്കില്ല പുള്ളി ഒരു ഗ്രീൻ ആപ്പിളും കടിച്ചിങ്ങനെ നടക്കും. ബർത്ത്ഡേയുടെ ആഘോഷം ഉണ്ടായിരുന്നു പുള്ളിയുടെ. ആ ടൈമിൽ ഞങ്ങൾക്കൊക്കെ വാഴയിലയിൽ സദ്യയും എല്ലാം വിളമ്പി. ഇപ്പോൾ പുള്ളി വാഴയിലയിൽ ഇരുന്ന് ഡയറ്റായിട്ട് ബന്ധപ്പെട്ട ഗ്രീൻ ആപ്പിൾ, ചെറിയ സ്ലൈസ് വാഴയിലയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അത് ഭയങ്കര പാടാണ്. അങ്ങനെ ഷുഗർ കഴിക്കില്ല, അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് ഇത് മാത്രം മൈൻഡിൽ കൊണ്ടുവന്ന് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് നമുക്ക് എന്തും ചേഞ്ച് ചെയ്യാനും എന്ത് ചെയ്യാനും റെഡി ആയിരിക്കും. പിന്നെ രഞ്ജിത്ത് താടി പഠിച്ച് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെ പരിപാടി പറഞ്ഞ പോലെ ഞാൻ സ്റ്റോറി നറേറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഡെമോ എന്തെങ്കിലും സാധനം കയ്യിലുണ്ടാവും. അപ്പോൾ പ്രവീൺ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഇന്നിപ്പോൾ കഥ പറയുമ്പോൾ എന്താ നമ്മൾ കൊണ്ടുപോകാമെന്ന് ചോദിക്കും. എന്തെങ്കിലും സാധനം തലേ ദിവസം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ രഞ്ജിത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് താടിയൊക്കെ കളഞ്ഞ് മീശയൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ എയും കൂടെ ഉള്ള കാരണം അത് ഹെൽപ്പാണ്. അതൊക്കെ ബീഡൊക്കെ റിമൂവ് ചെയ്ത് ഒരു പോലീസ് ലുക്കിലാക്കിയായിരുന്നു. അത് രഞ്ജിത്തിന് കാണിച്ചു കൊടുത്തു. രഞ്ജിത്തിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴും താടി പഠിച്ചു കഴിയുമ്പോൾ പുള്ളിയുടെ വേറൊരു ലുക്കാണ്. പിന്നെ അത് മാത്രമല്ല ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളും എല്ലാം വേറൊരു മൂഡ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതാണ് രഞ്ജിത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ ജസ്റ്റ് പേര് മാത്രം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇനി ആ കഥാപാത്രം തന്നെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ അതിന് സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കഥാപാത്രം കുറച്ചുകൂടെ ഒരു വലിയൊരു സ്റ്റാർ എന്നുള്ളൊരു തോട്ടമുണ്ടോ, അല്ലെങ്കിൽ ഒരു നടനിലേക്ക് എത്തിക്കണം? അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് ശരിക്കും ആ ഒരു ക്യാരക്ടറായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ബേസ് അടുത്ത സെക്കൻഡിൻ്റെ. അതിനുള്ള എല്ലാ സാധ്യതകളും ആ കഥാപാത്രത്തിന് ഇപ്പോൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പേര് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും ആ ക്യാരക്ടർ സ്റ്റാറായിരിക്കുമോ പുത്തുമുഖമായിരിക്കുമോ എന്താണ് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതിനൊരു എന്തായാലും ഒരു ഫസ്റ്റ് ലുക്ക് വിടും. അപ്പോൾ ആ ക്യാരക്ടർ ആ ഫസ്റ്റ് ലുക്കിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഇനി ഉണ്ടാകുമ്പോൾ ആദ്യം അങ്ങനെ വേണമല്ലോ. കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, പക്ഷേ അതൊന്ന് പ്രതീക്ഷിച്ചോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഇപ്പോൾ ഗോളം തിയേറ്ററുകൾ ഇങ്ങനെ പ്രദർശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കിട്ടിയ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു പുതുമുഖ സംവിധായകൻ, അത്യാവശ്യം അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു കാസ്റ്റിനോട് ഒരു പടം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ പ്രതികരണമല്ല, പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ 65K ബുക്കിംഗ് ഷോയിൽ വരുന്നു, അങ്ങനെ വരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിനെ, അതായത് എങ്ങനെയാണ് സംജാത് എന്ന ഡയറക്ടർ അല്ലെങ്കിൽ സംജാത് എന്ന പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെ കാണുന്നു? ആക്ച്വലി സിനിമ ഇറങ്ങിയില്ലേ, ജൂൺ 7 ഒരു വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി നമ്മൾ പുറത്ത് വന്നു, നമ്മുടെ പാരൻസ്, ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സിനിമ ഇറങ്ങിയ ദിവസം തന്നെ നമുക്ക് ഹാപ്പിയായി. പിന്നെ കിട്ടുന്ന എല്ലാം ബോണസാണ് അല്ലേ, എല്ലാം കിട്ടുന്ന എല്ലാ സാധനം ബോണസാണ്. അതിനകത്ത് ബോണസിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ജിത്തു സാറ് അങ്ങനെ എല്ലാവരും സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക. ഇതൊക്കെ എനിക്ക് ഇതിന് ഇമോഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ പറഞ്ഞ് തീർക്കാൻ പറ്റണില്ല. അത്രയും ഹാപ്പിയാണ്, അത്രയും എന്താ പറയുക, ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരെല്ലാവരും മൗത്ത് പബ്ലിസിറ്റി നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല സിനിമയാണെന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്ത് പറയുക, അതൊക്കെ വലിയ കാര്യമല്ല. എല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്തു. ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ശരിക്കും മൗത്ത് പബ്ലിസിറ്റി എന്ന് തന്നെ പറയാം, സോഷ്യൽ മീഡിയയിലൂടെ. അതെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാറ്റസ് ഇടുന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത്, ഒരു 3-4 സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് ഓരോരുത്തർ ഗോളം സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഇടാം. അവിടെ തൊട്ടിട്ട് ലക്ഷങ്ങൾ വരെയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും റിവ്യൂ ഇടുന്നു. അപ്പോൾ അത്രയും വേരിയേഷനിലുള്ളവർ ഇത് പടം കാണുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കഥ എഴുതുമ്പോൾ കുറച്ച് ഡീറ്റെയിലിംഗ് കൂടുതൽ തന്നെ കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, പടം കണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഡീറ്റെയിലിംഗ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണത് നടന്നത്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിന് കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ഞങ്ങൾ അന്ന് ആലോചിച്ചാണ്, നടക്കില്ലയോ എന്ന് അറിയില്ലായിരുന്നു. ഏജ് ഒരു 40-45 വയസ്സുള്ളവർ വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ത്രില്ലർ പടം കണ്ട് ആസ്വദിക്കുക കൂടുതലും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏജിലുള്ളവർക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചും കൂടെയും ഡീറ്റെയിലിംഗ് കൊടുക്കണം തോന്നിയായിരുന്നു. പക്ഷേ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത്യാവശ്യം ഒരു 75 വയസ്സ് 70 വയസ്സ് വരെയും പ്രായമുള്ളവർ
ഈ സിനിമ കണ്ടു, ആസ്വദിച്ചു, കുടുംബപരമായിട്ട് പോയി ഇരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അങ്ങനെ അത് വിചാരിച്ചൊരു കാര്യമായിരുന്നു. അങ്ങനെ നടക്കില്ലോ എന്ന് അറിയില്ലായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര എല്ലാത്തരം പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തണം, അതിനുവേണ്ടി അത്രയും ഡീറ്റെയിൽ തന്നെ ചെയ്തിരുന്നത്. അതെ. അപ്പോൾ അത് നല്ല സന്തോഷമായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഇതിൻ്റെ മ്യൂസിക് BGMs ഒക്കെ വളരെ എന്താ പറഞ്ഞാൽ ഈ ആ ഇൻ്റർവ്യൂവിനെ തൊട്ട് മുമ്പുള്ള സീൻ്റെ ആ ഒരു BGM എന്നൊക്കെ പറയുമ്പോൾ അതിനെ കൂടുതൽ ഹോണ്ട് ചെയ്യിക്കുന്നത് ആ ഒരു BGMൻ്റെ ഒരു പവറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയാലും ഒരു ഫ്രഷറാണ്. അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് ഒരു എത്തുന്നത്? കുറച്ചുകൂടെ നമ്മളൊരു ഫസ്റ്റ് മൂവി ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ക്രൂ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഒരു പുതുമുഖം, അത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അതിനെ ഒരു സിനിമ എൻഹാൻസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതൊരു പുതുമുഖത്തിലേക്ക് ചെയ്യാം, നമുക്ക് ഇങ്ങനൊരു ടീമിനൊപ്പം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എങ്ങനെയാണ് വരുന്നത്? എബി സാൽവിൻ തോമസ് എന്നാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടറുടെ പേര്. എബി ചേട്ടൻ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നോട്ട്സ് എഴുതുക, ഓർക്കസ്ട്രേഷൻ. എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മ്യൂസിക്കിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ എബി ചേട്ടനായിട്ട് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ആൻഡ് മാം, സജീവ് സാറ്, ഇവർ രണ്ടുപേരും പുതിയൊരു മ്യൂസിക് ഡയറക്ടറിനെയും പുതിയ ആളുകളെയും എല്ലാവരെയും നമുക്ക് ആഗ്രഹമാണ് പുതിയ ആളുകളെ വെച്ച് ചെയ്യണമെന്നും നല്ല കഴിവുള്ളവരെ വെച്ച് ചെയ്യാൻ അവർ സപ്പോർട്ട് ചെയ്തു ഭയങ്കരമായിട്ട്, ഞാൻ ഉൾപ്പെടെ. അങ്ങനെയല്ല, ഞാൻ ഉൾപ്പെടെ പുതിയ ആളുകൾ വെച്ച് പടം ചെയ്യാൻ അവർ തയ്യാറാണ്, അത്രയും പൈസ മുടക്കാൻ തയ്യാറാണ്. അതാണ് ആദ്യത്തെ സംഭവം. പിന്നെ നമ്മളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്, ഉദയരാമേന്ദ്രൻ. പുള്ളി ഇങ്ങനെ ഒരു ആളുടെ പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആൻഡ് മാമും സജീവ് സാറും ആളായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്, അവർ റെഡിയാണ്, ഓക്കെയാണ്, ആൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ റെഡിയാണ്. അത്രയും വലിയ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എബി സാൽവിൻ തോമസ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ എങ്ങനെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ളതാണ് പിന്നെ നോക്കേണ്ടത്. ആളായിട്ട് സംസാരിച്ചു, ആളായിട്ട് 1 മണിക്കൂർ സംസാരിച്ചു, 2 മണിക്കൂറായ സംസാരം. അത്രയും പുള്ളി മ്യൂസിക്കിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തിട്ടുള്ള പുള്ളി. ശരിക്കും പുള്ളിയുടെ ഒരു ഫുൾ എഫോർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കാരണം ആദ്യത്തെ ഒരു വർക്കാണ്. അപ്പോൾ അത്രയും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പുള്ളിയുടെ ബിജിപാൽ സാറിൻ്റെയൊക്കെ ഫ്രണ്ടാണ് പുള്ളി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടും ഇപ്പോഴെങ്കിലും എബിചേട്ടൻ മ്യൂസിക് ഡയറക്ടർ ആയില്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. എനിക്കത് തോന്നി. ഒരുപാട് നാൾ മുമ്പേ മ്യൂസിക് ഡയറക്ടർ ആവേണ്ട ഒരാളായിരുന്നു. അപ്പോൾ എബിച്ചേട്ടൻ നല്ല രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്തു. അങ്ങനെ ആണ് എബിച്ചേട്ടനിലേക്ക് എത്തുന്നതും. പിന്നെ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ എബിച്ചേട്ടൻ വേറെ അതും കൺവേ ആയി, എബിച്ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇൻപുട്സ് വരും. അങ്ങനെ ഒരു ഇത് ടൈപ്പ് വന്നതാണ്. സൗണ്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത് വിഷ്ണു ഗോവിന്ദാണ്. അതെ, വിഷ്ണു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്, അദ്ദേഹം ഒരുപാട് പോപ്പുലർ മൂവീസൊക്കെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ നമുക്ക് പിച്ച് ചെയ്യുന്നത്? വിഷ്ണു ഗോവിന്ദ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ആളാണ്. വിഷ്ണു ചേട്ടൻ അവാർഡ്സ് മേടിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. വിഷ്ണു ചേട്ടൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പോയി സ്റ്റോറി പറഞ്ഞു, വിഷ്ണു ചേട്ടന് ഇഷ്ടപ്പെട്ടു, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിഷ്ണു ചേട്ടൻ ഇന്നാവുന്നത്. വിഷ്ണു ചേട്ടൻ ഇന്നാവുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. വിഷ്ണു ചേട്ടനും ഇതേപോലെ ഒരുപാട് പുള്ളിയുടെ ഇൻപുട്സ് തന്നിട്ടുണ്ട്, അത് സിനിമയിൽ കാണാൻ പറ്റും. അപ്പോൾ സൗണ്ട് ഡിസൈനിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മഴയൊക്കെ പെയ്യുന്നത് കറക്റ്റ് സൗണ്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ, സെൻറ്ററിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പുറത്ത് മഴ പെയ്യുന്ന ഒരു ഫീലും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വിഷ്ണു ചേട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പുള്ളീനെ കൂടുതൽ ഞാൻ പറഞ്ഞ് കുളമാക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം വിഷ്ണു ചേട്ടൻ്റെ ഒരു കേപ്പബിലിറ്റി എന്താണെന്നുള്ളത്. അതേപോലെ ഈ ഒരു ഓഫീസ് സ്പേസിൻ്റെ അകത്താണ് ഈ കഥയുടെ ഒരു മെജോറിറ്റി പോർഷൻ നടക്കുന്നത്. അല്ലാത്ത കുറച്ച് ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഒറ്റ സ്പേസിൽ ഈ കഥ പറഞ്ഞെടുക്കണം, അതൊരു ചലഞ്ചായിരുന്നില്ലേ? അതൊരു ചലഞ്ചായിരുന്നു. അതെ, ചലഞ്ചായിരുന്നു. ഇതിനകത്ത് ഞങ്ങൾ ഈ ഓഫീസ് സ്പേസിൻ്റെ ഉള്ളിൽ ഒതുക്കി തീർക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സ്റ്റോറി എഴുതി, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഞങ്ങൾ ഈ സ്റ്റോറി നറേറ്റ് ചെയ്തവർ ചിലവർ ചോദിച്ചു, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്യണം അതിന് വേണ്ടി അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റോറിക്കും സ്ക്രിപ്റ്റിനും വേണ്ടത് അവിടെ വെച്ചിട്ട് ആ സ്പേസിൽ വെച്ച് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പിടിച്ചു പോകുമായിരുന്നു. ഇതിൻ്റെ ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ ലോജിക്കൽ ആയിട്ടുള്ള കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? അത് എങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്തത്? അത് ഞങ്ങൾ ആക്ച്വലി എൻ്റെ റൂമിലൊക്കെ വെച്ചാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചുമരിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത കുറേ ഇൻപുട്സ് എല്ലാം ഇവിടെ എഴുതി വയ്ക്കും. ഇതിനെല്ലാം നമ്മൾ റിവീൽ ചെയ്ത് കാണിക്കണം ലാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അത് ഇതുപോലെ ഈ ശരിക്കും കില്ലർ
വീട്ടിലൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവല്ലോ, അങ്ങനെ വരച്ചൊരു മാപ്പിൻ്റെ മുകളിലൊക്കെ നിൽക്കുക. അതേപോലെ ഞങ്ങൾ ജസ്റ്റ് ശരിക്കും വരച്ച് മറ്റേ സ്റ്റിക്കി നോട്ട്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പേജിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സീനിൽ ഇന്നത് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അന്ന് ഇങ്ങനെ പോവാം വിചാരിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചു. അതിനെല്ലാം ബ്രേക്ക് ചെയ്ത് ഇപ്പുറത്തത് ഓപ്പണാക്കി കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ അങ്ങനെ കുറച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ അത് ക്ലീനായിട്ട് ചെയ്യാൻ പറ്റി. അതാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ കഥ പറയുന്ന രീതി അത്ര നമുക്ക് പരിചിതമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കുള്ളൊരു റിസർച്ച് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഇതിലൊരു കാണുന്ന പ്രേക്ഷകന് ഇതിൽ പലതരം പ്രേക്ഷകരുണ്ടാകും, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് വളരെ കണ്ട് അവസാനിപ്പിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൽ ഓരോ ലോജിക്കിനെ കുറിച്ചും ചിന്തിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് മികച്ച പ്രേക്ഷകരുണ്ട് നമുക്ക്. അപ്പോൾ അവർക്കിത് ഡൈജസ്റ്റ് ആകണമല്ലോ, ഈ ഓരോ കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അത് അത്ര പരിചിതമല്ലാത്ത കാര്യങ്ങളും കൂടെ ആകുമ്പോൾ അവർക്ക് ഡൈജസ്റ്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എന്താണ് എന്തൊരു റിസർച്ച് ഉണ്ടായിരുന്നു അതിന്? ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു SI റഹീം ഖാദർ എന്ന് പറഞ്ഞ SIന് പരിചയമുണ്ട്. അപ്പോൾ പുള്ളി ഒരു ASI, പിന്നെ SP, DYSP, അങ്ങനെ കുറച്ച് പേരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത്. കൂടുതൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല, അല്ല നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഇങ്ങനെ ആണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുക, ഇതെല്ലാം അറിയാൻ വേണ്ടി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഫോറൻസിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന കുറേ സാർമാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കും ഇതുപോലെ ഒരു സ്റ്റോറി കിട്ടി, ഇനി അതിന് വേണ്ട എല്ലാം കളക്ട് ചെയ്ത് അതൊരു ബിൽഡ് ചെയ്തൊരു സ്ട്രക്ചറാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരെല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ പേരെടുത്ത് പറയാൻ തീരില്ല, കുറേ പേരുണ്ടായിരുന്നു. അതിന് ഒരു അത്യാവശ്യം നല്ലൊരു ടൈം എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി സമയം എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളിത് എഴുതി വരുമ്പോൾ ഓരോ സംശയങ്ങൾ വരുമ്പോൾ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ആരെങ്കിലുമൊക്കെ വിളിച്ച് അപ്പോൾ തന്നെ അതിനുള്ളൊരു ആൻസർ അവിടെ തന്നെ ഞങ്ങൾ റെഡിയാക്കിയിട്ടായിരിക്കും അടുത്ത മുന്നോട്ട് പോകുന്നത്. അതെ, ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മാറ്റി വെക്കും. ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് അടിച്ച് ഒട്ടിച്ച് വയ്ക്കും. പിന്നെ അത് കുറേ സ്റ്റിക്കി നോട്ട്സ് അപ്പോൾ ചിലവായിട്ടുണ്ട്. ഇതിൻ്റെ ക്രൂവിലേക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾ, പിന്നെ നിർമ്മാതാക്കളിലേക്ക് വരുമ്പോൾ ഇത് പറഞ്ഞ പോലെ സംജാത ഒരു വളരെ പുതുമുഖമായിട്ടൊരു സംവിധായകനാണ്. അത് ഈ പറഞ്ഞ പോലെ മുന്നേ കാണിക്കാൻ വർക്കുകൾ അധികം ഇല്ല, അല്ലെങ്കിൽ പറയാൻ സിനിമ കണക്ഷൻസ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ അസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ആളൊരു കഥയും പറഞ്ഞു വരുമ്പോൾ അവരത് എങ്ങനെ ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ടല്ലോ. ഇവർ ഇത്രയും ഇങ്ങനത്തെ ഒരു സിനിമ പറയുന്നു, അതും അധികം സംസാരിച്ച് കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റിനെ സംജാതനെ പോലെ ഒരു നവാഗത സംവിധായകൻ അതിനിങ്ങനെ മനോഹരമായിട്ട് കൺസീവ് ചെയ്യുന്നു. അവർ വിശ്വസിക്കണമല്ലോ. അപ്പോൾ അവരുടെ വിശ്വാസത്തിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷൻ ഹൗസിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അവർ ഈ സിനിമയിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? ആക്ച്വലി അവരുടെ അടുത്ത് ചെന്ന് കഥ പറയുമ്പോൾ, ഇപ്പോൾ ഇവരുടെ ആദ്യത്തെ പടം പ്രണയം ലാലേട്ടൻ്റെ പടമാണ്. ഒരു വലിയ പടം അത്. അപ്പോൾ അതിൻ്റെ ബ്ലസി സാർ ചെയ്ത പടമാണ്. അപ്പോൾ അവരുടെ അടുത്ത് കഥ പറയുമ്പോൾ നമുക്കറിയില്ല അവർക്ക് ഇങ്ങനെ ഒരു കഥ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ സാധാരണ എല്ലാവരുടെ അടുത്തും പോകുന്ന പോലെ തന്നെ കുറച്ച് ഡെമോസ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത ആ സിനിമ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് ആദ്യം തന്നെ ടേബിളിലേക്ക് നിർത്തി. എന്നിട്ടാണ് ഞങ്ങൾ കഥ പറഞ്ഞു തുടങ്ങിയത്. ആദ്യം കഥ കേൾക്കണം എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെയ്ത കുറച്ച് സംഭവങ്ങളും ഇതിൻ്റെ കുറച്ച് ഡെമോ വോയിസ്, ഈ സ്റ്റോറി മൊത്തം വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് ഒരു 2 മണിക്കൂറൊക്കെ തന്നെ ഇരുന്ന് ഫുള്ള് സ്റ്റോറി നറേറ്റ് ചെയ്ത് ആദ്യം ഒരു ലൈൻ പറഞ്ഞു, 1 ലൈൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഫുള്ള് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻ മാം, സജീവ് സാറ്, അവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഇത് കേട്ടു. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാ സിനിമയും കാണും. ആൻ മാം എല്ലാ പടവും കാണും. ഇതിപ്പോൾ ഞങ്ങളതിനകത്തേക്ക് ഇന്നായി കഴിഞ്ഞ് ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് കൈ തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെറുതെ കാഷ്വലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ അവർ തയ്യാറാണ്. അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും അതിന് റെഡി ആവില്ല. അതൊരു റിസ്ക്കും കൂടിയാണ്, ഭയങ്കര റിസ്ക്കാണ്. നമ്മളുടെ ഈ ഒരു സ്പെസിഫിക് ഒരു കഥയ്ക്ക് പുതുമുഖങ്ങൾ ഇത്രയും വേണം, ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ഓക്കെയാണ്. അത് പൈസ അധികം കൊടുക്കണ്ടെന്നുള്ള കാര്യം അങ്ങനെയൊന്നും അല്ല, അവർക്കത് ഓക്കെയാണ്. അത് എന്താ കാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കതാണ് വേണ്ടത്. അതെ, അവർക്ക് മാർക്കറ്റ് വൈസ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് അറിയപ്പെടുന്ന ആളുകളെ വെച്ചാലാണ് അത് മാർക്കറ്റ് ചെയ്യപ്പെടുള്ളൂ. അത് നമ്മൾ എത്ര പോസ്റ്റ് ബൂസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആ മുഖം നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ പോലും അവർ ചെയ്യാൻ തയ്യാറാണ്.
അതിൻ്റെ കാരണം ഈ സ്റ്റോറി അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അതായിരിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ ടെക്നീഷ്യന്മാരാണെങ്കിലും ഇവരെല്ലാവരെയും നമുക്ക് കുറച്ച് പുതിയ ആളുകളെ തന്നെ നോക്കാം ഇൻഡസ്ട്രിയിൽ, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും നല്ല കഴിവുള്ള ആളുകൾ വേറെ ഒരുപാട് പേരുണ്ടെന്ന് അവരിങ്ങോട്ട് പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അതായത് നമുക്ക് പുതിയൊരു ആളുടെ അടുത്ത് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അങ്ങനെ ആരെങ്കിലും അടുത്താണെങ്കിലും നമുക്ക് സംസാരിച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ ഇതേപോലെ ഞങ്ങൾക്ക് ഓരോ സിനിമകൾ സജസ്റ്റ് ചെയ്യും. പറഞ്ഞത് ഈ പടം കണ്ടോ, ഇന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് സജസ്റ്റ് ചെയ്യും. അതായത് അവർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടെയാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് മാത്രമായിട്ട് കാണാതെ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ചിന്തിക്കാൻ കാരണം അത് ലാലേട്ടൻ്റെ പ്രണയമൊക്കെ അതിനൊരു ഉദാഹരണം. അങ്ങനെ ഒരു ഫിലിം, അതൊരു ഒട്ടും അധികം കൊമേഴ്ഷ്യൽ ഫാക്ടറൊന്നും ഇല്ലാത്തൊരു പടമാണ്. അപ്പോൾ അങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ തയ്യാറായതുകൊണ്ടും അവർ ക്രിയേറ്റീവ്സായിട്ട് നന്നായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടും നല്ല സിനിമകൾ ചെയ്യണം, അതിൻ്റെ ഭാഗമാവണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും ആയിരിക്കാം. ഇതിൻ്റെ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് വരാം. അതായത് ഈ ഒരു ത്രില്ലർ മൂവിയുടെ ഒരു കീ ഫാക്ടറാണ് എപ്പോഴും ഒരു നല്ല എഡിറ്റിങ് ചെയ്യാൻ. നല്ല ഇതിൽ എഡിറ്റ് ചെയ്തവരുമാണെങ്കിൽ മാത്രമേ ആ ഒരു നമ്മളെ പിടിച്ചിരുത്തണമല്ലോ, അതിനൊരു മികച്ച രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചൊന്നും. നമ്മുടെ എഡിറ്റർ മഹേഷ് ഭുവനേന്ദ്രാണ്. മധുരം, കേരള ക്രൈം ഫയൽസ് അങ്ങനെ ചെയ്തൊരാളാണ്. അപ്പം മഹേഷ് ചേട്ടനെ പറ്റി പറയുന്നത്, മഹേഷ് ചേട്ടൻ ശരിക്കും നമ്മളൊരു ഫ്രണ്ട് പോലെയാണ്. പുള്ളി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ മഹേഷ് ചേട്ടനായിട്ട് ആദ്യം സംസാരിച്ച് വന്നപ്പോൾ മഹേഷ് ചേട്ടൻ്റെ പുള്ളി ഇങ്ങനെ 2 സിനിമയിൽ 3 സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എഡിറ്ററാണ് അതിൻ്റെയൊക്കെ. ആ ഒരു മൈൻഡാണ് ഞാൻ കാണുന്നത്. പക്ഷേ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഫ്രണ്ടായി. അങ്ങനെ അത്ര ഫ്രണ്ട്ലി ആയിട്ടിരുന്നിട്ട് ഇത് എഡിറ്റ് ചെയ്ത് മഹേഷ് ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാണ്, എടാ ഇത് ഇങ്ങനെ ചെയ്യണ്ട, അത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളി സജഷൻ പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് ഒപ്പോസ് ചെയ്ത് പറയാം, എൻ്റെ മഹേഷ് ചേട്ടാ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് സ്വീകരിക്കാൻ റെഡി. അതിൻ്റെ ഇടയിൽ ഈഗോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡയറക്ടർ എഡിറ്റർ ക്ലാഷ് ഉണ്ടായിരുന്നില്ല, ഈഗോ ഉണ്ടായിരുന്നില്ല അതിനിടയിൽ. അത് എനിക്കത് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞാൻ എഡിറ്റിംഗ് ഒക്കെ തന്നെയായിരുന്നു എൻ്റെ ഫീൽഡ്, ആനിമേഷൻ എഡിറ്റിംഗ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ പുള്ളിയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ റെഡി ആകും എന്നുള്ളൊരു മൈൻഡിൽ ഒരു സംഭവം ചെയ്ത ആളാണ്. അപ്പോൾ ഇത് ആട്ടത്തിൻ്റെ എഡിറ്റർ പുള്ളിയാണ്, ആട്ടത്തിൻ്റെ. അപ്പം ആട്ടം അന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയത് ഈ അടുത്തായിരുന്നു. നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് ആട്ടം ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പോയി എന്തെങ്കിലും സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സങ്കടവും ഒക്കെ വരും. ഇതങ്ങനെ ഉണ്ടായിരുന്നില്ല. അയാൾ പറയുമ്പോൾ അത് അങ്ങനെ ചെയ്യാം, നോക്കാം, എല്ലാം ചെക്ക് ചെയ്ത് നോക്കും, എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും, എല്ലാ രീതിയിലും. ഒരു സീൻ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് പല ടൈപ്പിലാക്കിയൊക്കെ നോക്കാൻ പുള്ളി സമ്മതിക്കുമായിരുന്നു. രാത്രി 2 മണിക്കും 2:30ക്കും 3 മണിക്കും ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയ ടൈമൊക്കെ ഉണ്ട്. അത്രയും സപ്പോർട്ടീവായിട്ടിരുന്ന് ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ആളാണ് മഹേഷ് ചേട്ടൻ. ഇപ്പോൾ ഒരു ആനിമേറ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫിലിം മേക്കറിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ഒരു ഗുണം ചെയ്തിട്ടുണ്ടെന്ന് സംജാതനോ? ഗുണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഡെമോസ് ഉണ്ടാക്കാനും പിന്നെ ഈ സിനിമയുടെ ജസ്റ്റ് ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സിനിമയിൽ അനിമേഷൻ അല്ലെങ്കിൽ ഒരു VFX കുത്തിക്കയറ്റാനൊന്നും ഒരു എലമെൻറ്റും അങ്ങനെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുവാണെങ്കിലും എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ ഐഡിയാസ് നമുക്ക് മനസ്സിൽ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ കൂടുതൽ ആഡുകളിലാണ് അങ്ങനെ 2D അനിമേഷൻ ചെയ്തിരിക്കുന്നത്. ദുബായിലാണ് ചെയ്തിരിക്കുന്നത് കൂടുതലും. അപ്പോൾ അവിടെ അവരുടെ അടുത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻപുട്സും അവിടെ നിന്ന് കിട്ടിയ അറിവുകളും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിയാദ് യെല്ലോ ടൂത്ത് ചെയ്തിട്ടുണ്ട്. സിയാദ് എന്ന് പറഞ്ഞ് വേറൊരു ഡിസൈനറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്ന പുള്ളിയാണ്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഇൻപുട്സ് കൊടുക്കാൻ പറ്റും, നമ്മുടെ ഇൻപുട്സ് എപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഹെൽപ്പായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ എഡിറ്റിംഗ് പറഞ്ഞ അതുപോലെ തന്നെ DOP ഈ പറഞ്ഞ ഒരു ഇതിൽ കൂടുതലും എന്താ പറയുക, ഒരു ഇൻഡോർ അല്ല ഒരു ഓഫീസ് റൂമിലാണ്. അപ്പോൾ അവിടെ DOP ചെയ്യാന്ന് പറയുമ്പോൾ ഫ്രെയിംസ് ചെയ്യുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ അതിന് DOPയെ കുറിച്ച് എന്താണ്, അദ്ദേഹത്തിലേക്ക് എത്തുന്നു, ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? DOP വിജയാണ്, ഇരട്ട സിനിമയുടെ ഒക്കെ ഇരട്ട മൂവിയുടെ ക്യാമറ. പുള്ളി ഷൈജുക്കാട് അസിസ്റ്റൻ്റ്. പുള്ളി ഭയങ്കര പാഷനേറ്റാണ്. ഇതുപോലെ തന്നെ ഈ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരെ പോലെ തന്നെ പുള്ളി ഭയങ്കര പാഷനേറ്റാണ്. പുള്ളിയുടെ ഫുൾ എഫേർട്ട് പുള്ളി ഇട്ടിട്ടുണ്ട്. തമിഴാണ് പുള്ളിക്ക് സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, മലയാളം വായിക്കാൻ പറ്റില്ലല്ലോ.
അത് ഓരോ സീനിലും ഓരോ ഷോട്ട്, ആ ഷോട്ട് നീങ്ങുന്നത് എന്തിനാണ്, അത് ഡോളിയിൽ വെക്കുന്നത് എന്തിനാണ്, ഇതെല്ലാം അത് ആ ഷോട്ടിന് വേണോ എന്ന് പുള്ളിക്ക് മനസ്സിലാവണം. ഓക്കെ. പുള്ളി ചോദിക്കും, എല്ലാത്തിനും ചോദിക്കും, എന്നെ പ്രോ അത് എതുക്കത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത്ര പാഷനേറ്റാണ് പുള്ളി. പുള്ളി അല്ലാതെ ആവശ്യമില്ലാതെ ഒന്നും ചെയ്യില്ല. പുള്ളിക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, ജോലി ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പുള്ളി വേറെ ഒരു മൈൻഡിലും ഒരു സാധനമില്ല. അപ്പോൾ തലേ ദിവസം ഇരുന്നിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും, അടുത്ത ദിവസം എടുക്കാനുള്ള ഷോട്ട് ബ്രേക്ക് ചെയ്യും. ഞാൻ വരച്ച സ്റ്റോറിയോട് പുള്ളിക്ക് കാണിച്ചു കൊടുക്കും. പുള്ളി അതിനകത്ത് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയും. പിന്നെ ഇതുപോലെ കളർ പാലറ്റും കാര്യങ്ങളൊക്കെ വിജയായിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. വിജയുടെ ഇൻപുട്സ് നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? പെട്ടെന്ന് ഒരു വിജയ് കളർ പാലറ്റൊക്കെ തന്നെയാണ് കൂടുതലും. മീൻസ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയ് അതിനകത്ത് ഇതേപോലെ ഇത്രയും ഡീസാച്ചുറേറ്റഡ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഡ്രസ്സ് ആണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിജയുടെ ഭാഗത്തുള്ള ഇൻപുട്സ് ഉണ്ട്. പിന്നെ ലൈറ്റിങ് എനിക്ക് ഫ്ലാറ്റ് ലൈറ്റിങ് ഒട്ടും പറ്റില്ലായിരുന്നു. വിജയ് അതിൻ്റെ ആൾ തന്നെയാണ്. ഫ്ലാറ്റ് ലൈറ്റിങ് പറ്റില്ല, സെയിം ഒരു വേവ് ലെങ്ത് ആയിരുന്നു. അതെ. അപ്പോൾ പിന്നെ റിയലിസ്റ്റിക് മാക്സിമം ഒരു ഷോട്ട് ഒരു കുറച്ച് ഡ്രാമാറ്റിക് ആണെങ്കിലും അതിനെ റിയലിസ്റ്റിക് ആക്കി ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ, ഈ ഡ്രാമാറ്റിക് സെറ്റപ്പും റിയലിസ്റ്റിക് സെറ്റപ്പും കൂടെ ഉള്ളൊരു ബ്ലെൻഡിങ് ആണ് ശരിക്കും ചില ഷോട്ടുകൾ നന്നാക്കാം. അപ്പോൾ വിജയ് അത് എല്ലാം വിജയുടെ ഒരു സ്റ്റൈലും കൂടെയാണത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഇരട്ട കണ്ടു കഴിഞ്ഞ് ഇരട്ടയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ച് അതിൻ്റെ ഷോട്ടുകൾക്കും കാര്യങ്ങൾക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ഇരട്ട കണ്ടിട്ടാണോ അദ്ദേഹത്തിലേക്ക് എത്തുന്നത്? അതെ. ഇരട്ട കണ്ടിട്ട് എനിക്ക് അല്ലാതെ നമുക്ക് വേറെ വർക്കൊന്നും കാണാൻ പറ്റില്ല. ഇരട്ടയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം വിജയ് എന്ന് പറഞ്ഞൊരു ക്യാമറമാന്. അപ്പോൾ ഷൈജുക്കയുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെയാണ് വിജയ്. ഇനിയിപ്പോൾ ഗോളം 2-ന്റെ എന്താ പറയുക വർക്കുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? അതാ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഒന്നും പറയാറായിട്ടുണ്ടോ എന്തെങ്കിലും? അതിൻ്റെ സ്റ്റോറി 1 ലൈൻ ഓൾറെഡി ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ റെഡിയാണ്. സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതെന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് എന്തായാലും ഞാൻ വഴിയെ അറിയിക്കും. അടുത്ത തന്നെ നമുക്ക് അപ്ഡേഷൻസ് പ്രതീക്ഷിക്കാമോ? അപ്ഡേഷൻസ് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. ഈ സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകർക്കും അതുപോലെ ഒരുപാട് സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ സിനിമയുടെ വിജയം ഒരു പ്രചോദനമാണ്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ, അത്ര വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്തൊരു സംവിധായകൻ, അത്ര വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സിനിമ ചെയ്യുന്നു. അത് പ്രേക്ഷകർ ഇതുപോലെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകരെ സ്വീകരിക്കുന്നു. കൂടുതൽ ഓരോ ദിവസം കൂടുന്നതോടെ അതിന് ചർച്ചകൾ കൂടുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സിനിമ അത്ര അന്യമല്ല എന്നുള്ളൊരു ഇത് എന്നൊരു ഫിലിം മേക്കറും കൂടെയാണ്. അപ്പോൾ അതൊരു ഞങ്ങളെപ്പോലുള്ളവർക്കും ഒരു ഇൻസ്പിറേഷനാണ് സംജാത്. അപ്പോൾ ഇനി വരുന്ന പ്രൊജക്റ്റുകൾക്ക് എല്ലാവിധ ഗോളം 2 മാത്രമല്ല ഇനി മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾക്കും എന്തായാലും ഈ പറഞ്ഞ പോലെ 10-15 വർഷത്തെ സിനിമ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും 1-2 സ്റ്റോറികളല്ല, പല രീതിയിലുള്ള സ്റ്റോറികൾ എന്തായാലും മനസ്സിൽ കാണണം ഉറപ്പായിട്ടും. അപ്പോൾ ഇനി വരുന്ന എല്ലാ പ്രൊജക്റ്റുകൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.